ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേശ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ചില ആൾക്കാരിലെല്ലാം നമ്മൾ ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അറിയുന്ന ആൾക്കാരിൽ തന്നെ ചിലപ്പോൾ കാണാറുണ്ട്, സ്കിന്നിലായാലും ചിലപ്പോൾ മുടിയിലായാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ബോഡിയിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും വെള്ളപ്പാണ്ട് പോലെ, അല്ലെ? അപ്പൊ അതിനെ നമ്മൾ പറയുന്നത് വിറ്റിലിഗോ എന്നാണ്. അപ്പൊ ഈ വെള്ളപ്പാണ്ട് പോലെ കാണപ്പെടുന്നത്, ഈ വിറ്റിലിഗോ എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? പലരിലും നമ്മളത് കാണാറുണ്ട്. എന്നാൽ അതിന്റെ കാരണം പലപ്പോഴും പലർക്കും അതിന്റെ അറിയില്ല. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വിറ്റിലിഗോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ സ്കിന്നിനും ഹെയറിനും അതുപോലെ തന്നെ നമ്മളുടെ കണ്ണിന്റെ കൃഷ്ണമണിയുടെ കളറൊക്കെ ഓരോരുത്തർക്ക് ചിലപ്പോൾ ബ്രൗൺ ഉണ്ടാവും, പൂച്ചക്കണ്ണ് നമ്മൾ പറയുന്നുണ്ടാവും, ചിലത് നമുക്ക് ബ്ലാക്ക് ആയിട്ട് തന്നെ തോന്നിക്കും. അപ്പൊ ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കളറാണ്, അല്ലെ? അപ്പൊ ഇതിനൊക്കെയും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്. അപ്പൊ ഈ മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് വരുന്നത് എവിടെ നിന്നാണ്? മെലനോസൈറ്റ് എന്ന് പറയുന്ന സെല്ലിൽ നിന്നും, കോശം, അതിൽ നിന്നുമാണ് ഈ മെലാനിൻ എന്ന് പറയുന്നത്. അപ്പോ ഈ മെലനോസൈറ്റ് എന്ന് പറയുന്ന ഈ സെൽസിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രക്ഷനോ, അത് നശിച്ചു പോവുകയോ അല്ലെങ്കിൽ അത് ഫങ്ഷൻ ചെയ്യുന്നത് സ്റ്റോപ്പ് ആയി പോവുകയോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് ഈ ഒരു പിഗ്മെന്റേഷന് ലോസ് ഉണ്ടാകുന്നത്. ചില സ്ഥലത്ത് പാച്ചി ആയിട്ട് സ്കിന്നിലോ അല്ലെങ്കിൽ ഹെയറിന്റെ ഭാഗത്തോ ആയിട്ട് ഇങ്ങനെ പാച്ച് പോലെ കളർ വ്യത്യാസം പോലെ വെളുത്ത് തന്നെ വേറിട്ട് തന്നെ ഇരിക്കും. നമ്മുടെ നോർമൽ സ്കിൻ ടോണിന്ന് ഡിഫറെന്റ് ആയിട്ടിരിക്കും. അപ്പൊ ഈ ഒരു ലോസ്, ഈ ഒരു പിഗ്മെന്റേഷന്റെ ലോസ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ വിറ്റിലിഗോ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മ്യൂക്കസ് മെംബ്രെയിനിലും കാണാറ്. ചില ആൾക്കാർക്ക് ചുണ്ടിന്റെ അകത്തേക്ക് വരെ ഉള്ളത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയും വരാം. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു സ്കിന്നിന്റെ കണ്ടീഷൻ തന്നെയാണ്. ക്രോണിക് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അല്ലാണ്ട് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയി കഴിയുന്ന ഒരു അല്ലെങ്കിൽ ക്യൂർ ആവുന്ന ഒരു സാധനമല്ലല്ലോ. ക്രോണിക് ആയിട്ട് നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണിത്. ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇന്ന ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഇന്ന സെക്സ്, ഒരു ഫീമെയിൽസിനെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ മെയിൽസിനെ ഉണ്ടാവുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ഇന്ന കളർ വിഭാഗത്തിലുള്ള ആൾക്കാരൊക്കെ വരുള്ളൂ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആർക്കും എപ്പോഴും എന്ത് വേണമെങ്കിലും വരാം എന്നുള്ള പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അതൊന്നും ഒരു അടിസ്ഥാനമില്ല. ഏത് നിറത്തിലുള്ള ആൾക്കാർക്കും വരാം. അതുപോലെ തന്നെ അങ്ങനെ ഇന്ന ഒരു കാരണമൊന്നുമില്ല. അതായത് ഇന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ വരുള്ളൂ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇതിന്റെ കാരണങ്ങൾ, ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ നമ്മൾ ഈ വിറ്റിലിഗോ എന്ന് പറയുന്നത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിന് ഒരു പ്രത്യേകതരം ഒരൊറ്റൊരു കോസ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ മറ്റു പല ഫാക്ടേഴ്സ് ഒരുമിച്ച് കൂടുക അല്ലെങ്കിൽ മറ്റു പല ഫാക്ടേഴ്സ് കാരണം ഇങ്ങനെ വരാം. പക്ഷെ എക്സാക്ട്ലി ഇന്ന കാരണം കൊണ്ടാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ ഇതിന്റെ ഒക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെലനോസൈറ്റ്സിന്റെ കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ളത്. ഇനി അതിന്റെ കോസസിൽ വരുമ്പോഴുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യമാണ് ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ബോഡിയിൽ അത്യാവശ്യത്തിന് നമുക്ക് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് നമുക്ക് എന്താ, നമ്മുടെ ബോഡിയിൽ സ്വതവേ ഒരു ആന്റിബോഡീസ് ഉണ്ടാവും. അതെന്ന് പറയുന്നത് പുറത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആന്റിജൻ വരുന്നുണ്ടെങ്കിൽ അതിനോട് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നവരാണ് നമ്മുടെ ബോഡിനകത്തുള്ള ആന്റിബോഡീസ്. അപ്പൊ പുറമേ എന്തെങ്കിലും ഒരു വില്ലൻ, ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിനാണ് ഞാൻ പറയുന്നത്, ഒരു വില്ലൻ കടന്നു വരികയാണ് നമ്മുടെ ബോഡിക്കകത്തേക്ക്. അപ്പൊ നമ്മുടെ പടയാളികളെ പോലെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ ആന്റിബോഡീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആന്റിബോഡീസ് എന്താക്കും? അവരിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും, നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ പക്ഷെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിൽ വരുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ആന്റിബോഡീസ്, നമ്മുടെ ഈ സോൾജേഴ്സ്, പടയാളികൾ എന്ന് പറയുന്ന ആൾക്കാർ എന്തുണ്ടാക്കും, എന്ത് ചെയ്യും? സ്വയം തന്നെ മറ്റു ഗ്രൂപ്പ് ഓഫ് ആന്റിബോഡീസിനെ തന്നെ കണ്ടിട്ട് ശത്രുക്കളാണെന്ന് വിചാരിച്ചിട്ട് തമ്മിൽ ഫൈറ്റ് ചെയ്ത് ചാവും. അപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ഉണ്ടാക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മെലനോസൈറ്റ്സിനെ തെറ്റിദ്ധരിച്ചിട്ട് അതിനെ നശിപ്പിക്കും. അപ്പൊ ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അല്ലെങ്കിൽ ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻ എന്നുള്ള രീതിയിൽ ഇത് സംഭവിക്കാം. രണ്ടാമത്തെന്ന് പറയുന്നത് ജെനറ്റിക്സ് ആണ്. ജീൻ പരമായിട്ട് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും, അച്ഛൻ, അമ്മ അല്ലെങ്കിൽ അവരുടെ മുകളിലേക്ക് ഏതെങ്കിലും പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജെനറ്റിക്സ് ആയിട്ട് നമുക്ക് കൈമാറി വന്നേക്കാം. മൂന്നാമത് എന്ന് പറയുന്നത് എൻവയോൺമെന്റിന്റെയാണ്. എൻവയോൺമെന്റ് കാരണം എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് സണ്ണ്, അല്ലെ, വെയിലിന്റെ ആഘാതം കൊണ്ടുവരാം, സൺ സ്ട്രോക്ക് കൊണ്ടുവരാം, സൺബേൺ എന്ന് പറയും, സ്ട്രെസ്. ഇനി അതല്ല, ചില കെമിക്കൽസിന്റെ എക്സ്പോഷർ കൊണ്ടും നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം.
ഇതൊക്കെയാണ് മെയിൻലി ഉണ്ടാവുന്ന റീസൺസ് എന്ന് പറയുന്നത്. ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നത് എന്താ, വെള്ളപ്പാണ്ടുകൾ കാണുന്നു. പാണ്ടുകൾ ഓരോ പാച്ചസ് ആയിട്ട് ചിലപ്പോൾ നമ്മുടെ സ്കിൻ ടോണിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈറ്റർ ഷെയ്ഡിൽ വരാം, വൈറ്റ് കളറിലോ അല്ലെങ്കിൽ ലൈറ്റ് കളറിലോ ഷെയ്ഡുള്ള പാച്ചസ് ആയിട്ട് നമ്മുടെ സ്കിന്നിലോ ഹെയറിലോ അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിനിലോ കാണപ്പെടും. അതാണ് ഫസ്റ്റ് ലക്ഷണം എന്ന് പറയുന്നത്. അപ്പിയറൻസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ പിഗ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും വിസിബിൾ ആയിട്ട് കാണാന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡാർക്കർ സ്കിൻ ടോണിലുള്ള ഡസ്കി ആയിട്ടുള്ള സ്കിൻ ടോണിലൊക്കെയാണ് നമുക്കിത് കൂടുതലും കാണാൻ പറ്റുക. വളരെ ഫെയർ ആയിട്ടുള്ള ആൾക്കാരിൽ ചിലപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് സിമെട്രിക്കൽ ആയിരിക്കും മിക്കപ്പോഴും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്യിൽ ഒരു പാടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കയ്യിൽ ലെഫ്റ്റ് ഹാൻഡിലായാലും റൈറ്റ് ഹാൻഡിലാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലും അതേപോലെ തന്നെ സിമെട്രിക്കൽ ഒരേ ഭാഗത്ത് എങ്ങനെയാണ് അതുപോലെ തന്നെ സെയിം മറ്റേ സൈഡിലും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഭൂരിഭാഗം ആൾക്കാരിലും കാണാറുള്ളത്. അങ്ങനെ വരാം. ഇത് എഫക്ട് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് നമുക്ക് ഫേസ് ഉണ്ട്, ഹാൻഡ്സ് ഉണ്ട്, എൽബോസ് ഉണ്ട്, അതുപോലെ തന്നെ ഫീറ്റ്, നമ്മുടെ കാലില്, മുട്ടില് ഇതൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ വായക്കകത്തും വായയുടെ ഭാഗത്തായിട്ട് ലിപ്സില്, കണ്ണില്, ജെനിറ്റൽ ഭാഗത്തും ഒക്കെ നമുക്ക് ഇത് കാണാൻ പറ്റിയേക്കാം. പിന്നെ ഹെയറിൽ വരുന്ന ഡീപിഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും, നമ്മുടെ ഐബ്രോസ്, ഐലാഷ് അല്ലെങ്കിൽ മുടിയുടെ ഭാഗം, അങ്ങനെ ഹെയർ വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ചെറുതായിട്ട് ഒരു വൈറ്റിഷ് കളറിൽ ഡീപിഗ്മെന്റേഷൻ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ വിറ്റിലിഗോയുടെ ടൈപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മെയിൻലി നമുക്ക് പറയാന്നുണ്ടെങ്കിൽ ജനറലൈസ്ഡ് വിറ്റിലിഗോ ഉണ്ട്. ജനറൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വിറ്റിലിഗോ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ഒരു വിറ്റിലിഗോ ആണ് എന്ന് പറയുന്നത്. മിക്കപ്പോഴും സിമെട്രിക്കൽ ആയിരിക്കും ഇതിന്റെ അപ്പിയറൻസ്. പിന്നെ ഉള്ളത് രണ്ടാമത് സെഗ്മെന്റൽ എന്ന് പറയും. സെഗ്മെന്റൽ ടൈപ്പിൽ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ബോഡിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശത്ത് മാത്രമായിരിക്കും ഇത് ഉണ്ടാവാം. പ്രത്യേകിച്ച് യങ്ങർ ഏജ്, ചെറിയ പ്രായത്തിലേ ഇത് വരുന്നതായിരിക്കും. മൂന്നാമത്താണ് ഫോക്കൽ വിറ്റിലിഗോ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ മിക്കവാറും ആൾക്കാർക്ക് കാണുന്ന ഒരു സംഭവമാണ്. ചെറിയൊരു ഭാഗത്ത് ഒരു ചെറിയൊരു തരത്തിൽ ഒരു വൈറ്റ് ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ഡീപ് പിഗ്മെന്റേഷൻ വരുന്നു. ഇതെന്നിട്ട് വലിയ രീതിയിലൊന്നും പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ഒന്നും ഉണ്ടാവില്ല, അത് വലുതാവോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ ചെറിയ രീതിയിൽ തന്നെ ആയിരിക്കും കുറെ കാലത്തേക്ക് അത് നിൽക്കുന്നത്. ഇനി ഇതിന്റെ ഡയഗ്നോസിസ് എങ്ങനെയാണ്, നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പൊ സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് നോക്കാം. അതുപോലെ തന്നെ ഈ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമിനേഷൻ ആണ് ആദ്യം വേണം. അപ്പൊ നമ്മൾ ഇതിൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഫസ്റ്റ് തന്നെ നമ്മൾ അതിനെ ക്ലിനിക്കലി എക്സാമിൻ ചെയ്യുക. ആ പാർട്ട്, എഫക്റ്റഡ് പാർട്ട് എങ്ങനെയാണ്, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് വെളിച്ചടിച്ചിട്ട് ടോർച്ച് ലൈറ്റ് വെച്ചിട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ അത് അസസ് ചെയ്യാണ് ചെയ്യാദ്യം തന്നെ. പിന്നെ രണ്ടാമത്തെ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ഒരു പ്രത്യേക തരം ഒരു ലൈറ്റ് അടിക്കുന്നത്, വുഡ്സ് ലാമ്പ് എന്ന് പറയും. അപ്പൊ വുഡ്സ് ലാമ്പ് അടിച്ചിട്ട് നമുക്കിത് കാണാൻ പറ്റും. അതെന്ന് പറയുന്നത് ഒരു അൾട്രാവയലറ്റ് ലൈറ്റ് ആണ്. ഇത് നമുക്ക് കുറച്ചും കൂടി അതിനെ എഫക്റ്റഡ് പാർട്ടിനെ കുറച്ചും കൂടി അനലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതെന്തുണ്ടാക്കുന്ന വെച്ചാൽ ഡീപിഗ്മെന്റഡ് ആയിട്ടുള്ള പാച്ചസിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വുഡ്സ് ലാമ്പ് എന്ന് പറയുന്നത്. അത് അടുത്തത് എന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അത് എന്ന് പറയുന്നത് എന്തെങ്കിലും ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്കാനായിട്ട് നമുക്ക് നോക്കാം. ഇതിനൊക്കെയാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ തെറാപ്പി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള തെറാപ്പീസ് അവൈലബിൾ ആണ്. ടോപ്പിക്കൽ തെറാപ്പീസ് ഉണ്ട്, അലോപ്പതി സൈഡിൽ പോകുന്നുണ്ട്, കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഒക്കെ തന്നേക്കാം. പിന്നെ നമുക്ക് ലൈറ്റ് തെറാപ്പി വരുന്നുണ്ട്, സർജിക്കൽ ഓപ്ഷൻ ഉണ്ട്, പിന്നെ കോസ്മെറ്റിക്സ് സൈഡിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. പിന്നെ മെയിൻലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിനൊക്കെ പുറമെ നമ്മുടെ ഹോമിയോപ്പത്തിക്കലി മെഡിസിൻസ് അവൈലബിൾ ആണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. അപ്പൊ ഇതിന് നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യണം. സണ്ണിന് പ്രൊട്ടക്ഷൻ വേണം. സൺ എക്സ്പോസ്ഡ് ആയിട്ട് നടക്കുന്ന കുറെ പേരുണ്ടാവും. അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മസ്റ്റ് ആയിട്ടും. അത് നമ്മൾക്കൊരു സൺ പ്രൊട്ടക്ഷന് ബാരിയർ, സണ്ണിന്റെ എക്സ്പോഷറിന് ഒരു ബാരിയർ ആയിട്ട് നമുക്കത് വർക്ക് ചെയ്യും. സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഹെൽത്ത് ഹാബിറ്റ്സ് അത് നമ്മൾ വിറ്റിലിഗോയ്ക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ല, ഒരു ആസ് എ ഹോൾ ഹെൽത്തിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട്, ഓക്കെ, അതിന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് കൊണ്ടുവരിക, നമ്മുടെ ഇമ്മ്യൂൺ ഫംഗ്ഷന് ബെറ്റർ ആയിട്ട് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാം. പിന്നെ വെച്ചാൽ അവോയ്ഡ് ചെയ്യേണ്ടത് ട്രിഗേഴ്സ് ആണ്. നമുക്ക് അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരാമെന്ന് ഞാൻ കോസസ് പറഞ്ഞു, അതിനൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാം. ഇപ്പൊ കെമിക്കൽസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ചില ട്രോമ കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിന്നിന്റെ ഇറിറ്റൻസ് കാരണമോ ഈ ഒരു സംഭവത്തിനെ വഷളാക്കിയേക്കാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെയുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വറീഡ് ആവാതെ ഇരിക്കുക. തൊട്ടടുത്തുള്ള ഹോമിയോ ഡോക്ടേഴ്സിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹോമിയോ ഡോക്ടറിനെ കാണുക, ട്രീറ്റ്മെന്റ് എടുക്കുക. നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈവൻ നമ്മുടെ പേഷ്യൻസിന് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മാത്രം മതി. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.